നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊല നടത്തിയ അഫാന്റെ പെൺസുഹൃത്ത് മരണത്തിലേക്ക് നടന്നു നീങ്ങിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. വീട്ടിൽ നിന്നിറങ്ങിയ ഫർസാന വെഞ്ഞാറമൂട് ജംഗ്ഷൻ വരെ നടന്നുപോയി. അവിടെ നിന്നാണ് അഫാൻ കൂട്ടിക്കൊണ്ടുപോയത്. അഫാൻ വിളിച്ചതിന് പിന്നാലെയാണ് ഫർസാന മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ട്യൂഷൻ എടുക്കാൻ പോകുന്നുവെന്നാണ് ഫർസാന വീട്ടുകാരോട് പറഞ്ഞത്. ആ യാത്ര അവസാനത്തേതുമായി. കഴിഞ്ഞ ദിവസം സംഭവത്തിന് മുൻപ് അഫാന്റെ സഹോദരൻ അഫ്സാൻ വെങ്ങാറമൂട് കുഴിമന്തി വാങ്ങാൻ വന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതേസമയം അഫാന്റെ ഉമ്മ ഷെമിക്ക് മാത്രം 65 ലക്ഷം രൂപ കടമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കടം കാരണം ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കൊലപാതകം നടത്തിയത് എന്നാണ് അഫാൻ കീഴടങ്ങിയപ്പോൾ പറഞ്ഞത്. ഇത് ശരിവയ്ക്കുന്ന തരത്തിലാണ് പോലീസിന്റെ കണ്ടെത്തൽ. അഫാന്റെ പിതാവിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. കുടുംബത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി 65 ലക്ഷം രൂപ ഷെമി കടം വാങ്ങിയിരുന്നു എന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ച വിവരം. പിതാവിന് പണം അയക്കാൻ കൂടി പറ്റാതായതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണ് കുടുംബം. അഫാന്റെ വിശദമായ മൊഴി ഉടൻ തന്നെ എടുക്കുമെന്നാണ് അറിയുന്നത്. ആറ്റിങ്ങൽ DYSP കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിയുടെ മൊഴിയെടുക്കാൻ എത്തിയെങ്കിലും അതിന് സാധിച്ചില്ലായിരുന്നു. പ്രതിയുടെ മാനസികാവസ്ഥ ശരിയല്ലാതിരുന്നതിനാൽ തന്നെ 1 മണിക്കൂറോളം കാത്തുനിന്ന ശേഷം ഇദ്ദേഹം മടങ്ങുകയായിരുന്നു. അഫാന്റെ മൊഴി കൂടി പരിശോധിച്ച ശേഷം കൂടുതൽ വ്യക്തത വരുമെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു. അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മ ഷെമിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്നും അവർ സംസാരിച്ചു തുടങ്ങിയെന്നും ഡോക്ടർമാർ പറയുകയാണ്. ഡോക്ടർമാരുടെ അനുവാദത്തോടെ പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തും. ചില സമയങ്ങളിൽ പരസ്പര ബന്ധമില്ലാതെയാണ് അഫാൻ സംസാരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കാൻ പോകുന്നത്. അഫാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റർനെറ്റിൽ പരതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിൽ കൂടിയാണ് പോലീസ്. അഫാന്റെയും കൊല്ലപ്പെട്ട കാമുകി ഫർസാനയുടെയും ഫോണുകൾ പരിശോധിക്കും. സൈബർ വിഭാഗത്തിന് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. കൊലയ്ക്ക് ചുറ്റിക ഉപയോഗിച്ചതിന് പിന്നിൽ അഫാന്റെ ആസൂത്രിത പദ്ധതി ഉണ്ടാകാം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ചുറ്റിക കൊണ്ട് അപ്രതീക്ഷിതമായി തലയ്ക്ക് അടിക്കുമ്പോൾ ശബ്ദിക്കാൻ കഴിയാത്ത വിധം ഇര വീണുപോകും. എല്ലാ കൊലയ്ക്കും ഈ മാർഗമാണ് അഫാൻ സ്വീകരിച്ചത്. ചുറ്റിക കൊണ്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് അഫാൻ തിരങ്ങിയിരുന്നോ എന്ന് സ്ഥിരീകരിക്കാൻ സമീപകാല ഇന്റർനെറ്റ് ഉപയോഗം പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. കൊലപാതകത്തിന്റെ ഇടവേളയിൽ അഫാൻ വെഞ്ഞാറമൂട്ടെ ഒരു ബാറിൽ പോയി മദ്യപിച്ചതായും വിവരം കിട്ടി. ഉമ്മ ഷെമി, മുത്തശ്ശി സൽമ ബീവി, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ സാജിദ എന്നിവരെ ആക്രമിച്ച ശേഷമാണ് അഫാൻ വെഞ്ഞാറമൂട്ടിലെ ബാറിൽ പോയിരുന്ന് മദ്യപിച്ചത്. അവിടെ നിന്ന് ഒരു കുപ്പി മദ്യം വീട്ടിൽ കൊണ്ടുപോകാനായി വാങ്ങുകയും ചെയ്തു. മദ്യവുമായി വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് വഴിയിൽ കാത്തുനിന്ന ഫർസാനയെ വീട്ടിലേക്ക് ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയത്. വീട്ടിലെത്തി ഫർസാനയെയും അനുജൻ അഫ്സാനെയും കൊലപ്പെടുത്തിയ ശേഷം വാങ്ങിയ മദ്യവും കഴിക്കുകയായിരുന്നു. മദ്യത്തിലാണ് എലിവിഷം ചേർത്ത് കുടിച്ചത്.